ഇന്ത്യയിലെ പ്രൈവറ്റ് യൂണിവേഴ്സിറ്റികളുടെയൊക്കെ തന്നെ നിലവാരം എന്താണ് എന്നുള്ളൊരു ചർച്ച നാഷണൽ ലെവലിലെ വലിയ മാധ്യമങ്ങളൊക്കെ തന്നെ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിലേക്ക് നയിച്ചിട്ടുള്ള സംഭവങ്ങളൊക്കെ തന്നെ നിങ്ങൾക്കറിയാം. കാരണം ഗാൽഗോത്യാസ് യൂണിവേഴ്സിറ്റി എന്ന് പറയുന്ന 1998 സ്ഥാപിക്കപ്പെട്ടിട്ടുള്ള ഒരു യൂണിവേഴ്സിറ്റിയാണ്. അത് ശകുന്തള എഡ്യൂക്കേഷൻ ആൻഡ് വെൽഫെയർ സൊസൈറ്റി എന്ന് പറയുന്ന ഒരു ചാരിറ്റബിൾ ട്രസ്റ്റിൻ്റെ കീഴിൽ ആരംഭിച്ചിട്ടുള്ള ഒരു സ്ഥാപനമാണ്. സുനിൽ ഗലോട്ടിയ എന്ന് പറയുന്ന ഒരാളാണ് സ്ഥാപിച്ചേക്കുന്നത്. അപ്പോൾ അത്തരത്തിലുള്ള ഒരു യൂണിവേഴ്സിറ്റി കഴിഞ്ഞ തവണ നമ്മുടെ AI കോൺഫറൻസ്, അത് സൗത്ത് AI സമ്മിറ്റ് എന്ന് പറയുന്ന ഒരു സമ്മിറ്റ് ഡൽഹിയിൽ വെച്ച് നടത്തുകയും അതിൽ അവരൊരു സ്റ്റോൾ എടുക്കുകയും ആ സ്റ്റോളിൽ ഇവർ ചൈനയിൽ നിന്ന് മേടിച്ചിട്ട് വന്നിട്ടുള്ള ഒരു റോബോ ഡോഗിനെ വെച്ചുകൊണ്ട് അത് ഞങ്ങൾ തന്നെ ഉണ്ടാക്കിയതാണെന്ന് തള്ളു പറയുകയും പിന്നെ കൂടാതെ ഒരു ഡ്രോൺ ഇവർ തന്നെ സൗത്ത് കൊറിയയിൽ നിന്ന് 35,000 രൂപ കൊടുത്ത് മേടിച്ചിട്ട് അത് ഞങ്ങളിവിടെ വികസിപ്പിച്ചെടുത്തതാണ്, ഞങ്ങളുടെ കുട്ടികൾ വികസിപ്പിച്ചെടുത്താണെന്നൊക്കെ പറയുകയും പിന്നെ ഏതാനും സെക്കൻഡുകൾ കഴിഞ്ഞപ്പോൾ ഇത് പിടിക്കപ്പെട്ടു എന്ന് മനസ്സിലായപ്പോൾ നേഹ സിംഗ് എന്ന് പറയുന്ന ഒരു സ്ത്രീ, അവർ പ്രൊഫസറാണ്, കമ്മ്യൂണിക്കേഷൻ എന്നാണ് പറയുന്നത്, അവർ വളരെ ഭംഗിയായി കള്ളം പറയുകയൊക്കെ ചെയ്യുന്നത് നമ്മൾ കണ്ടു. കള്ളം നന്നായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് അവർക്ക് കഴിഞ്ഞു എന്നുള്ളതാണ് വാസ്തവം. പക്ഷേ അവർ കൈയോടുകൂടി പിടിക്കപ്പെട്ടു എന്നുള്ളതാണ്. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മുടെ വിദ്യാഭ്യാസ രംഗത്ത് ഈ പ്രൈവറ്റ് യൂണിവേഴ്സിറ്റികൾ ആവശ്യമുണ്ടോ എന്നുള്ളതാണ് നമ്മൾ ചർച്ച ചെയ്യുന്ന പ്രധാനപ്പെട്ട കാര്യം. നിങ്ങൾ അറിയേണ്ടത് യഥാർത്ഥത്തിൽ ഇന്ത്യയിൽ ഒരു ഹയർ എഡ്യൂക്കേഷന് വലിയ വാല്യൂ ഉണ്ടെന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കണം. പ്രത്യേകിച്ചും ഈ പറയുന്ന ടെക്നോളജിയുടെ കാര്യത്തിൽ, മാനേജ്മെൻറ്റിൻ്റെ കാര്യത്തിൽ, സയൻസ് റിലേറ്റഡ് ആയിട്ടുള്ള പല സബ്ജക്റ്റുകളുടെയൊക്കെ കാര്യത്തിൽ ഇന്ത്യയിലെ ഇൻസ്റ്റിറ്റ്യൂട്ടുകളൊക്കെ തന്നെ എണ്ണപ്പെട്ട ഇൻസ്റ്റിറ്റ്യൂട്ടുകളാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ ക്യാമ്പസുകളിൽ നിന്ന് വിദേശ രാജ്യങ്ങളിലേക്ക് വലിയ തോതിലുള്ള റിക്രൂട്ട്മെൻറ്റുകൾ നടക്കുന്നുണ്ട് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കണം. ഉദാഹരണത്തിന് സുന്ദർ രാജൻ പിച്ചെ എന്ന് പറയുന്ന ഗൂഗിളിൻ്റെ CEO, അദ്ദേഹം വലിയ 2,500 കോടി രൂപയോളം വർഷം ശമ്പളം മേടിക്കുന്ന ഒരാളാണ്. അപ്പോൾ അത്തരത്തിൽ വലിയ ശമ്പളം മേടിക്കുന്ന ഗൂഗിളിൻ്റെ CEO, അദ്ദേഹം അവിടെ ജോലി കയറിയത് 300 കോടി രൂപയായിട്ടാണ് നിങ്ങൾ ആലോചിക്കണം. അത് കഴിഞ്ഞ് അദ്ദേഹത്തിന് പ്രൊമോഷൻ കൊടുത്ത് പിന്നെ 1,100 കോടി രൂപയായിട്ടാണ് അടുത്ത കൊല്ലം. പിന്നീട് വീണ്ടും അത് 2,480 കോടി രൂപയൊക്കെ കൊടുക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അത്തരത്തിൽ വലിയ ശമ്പളം മേടിക്കുന്ന അദ്ദേഹം തന്നെ യഥാർത്ഥത്തിൽ ഇന്ത്യയിലെ ഖരഗ്പൂർ IIT 1,200 ഏക്കറുള്ള ഇന്ത്യയിലെ ക്യാമ്പസ് ആയിട്ടുള്ള ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ കീഴിലുള്ള ഖരഗ്പൂർ IIT എന്ന് പറയുന്ന IITകളിൽ പഠിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ആ IITയിൽ പഠിച്ചതുകൊണ്ടാണ് അദ്ദേഹത്തിന് മറ്റു പല സ്ഥലങ്ങളിലും ഏറ്റവും ആദ്യം മക്കൻസി എന്ന് പറയുന്ന ഒരു കമ്പനിയിലൊക്കെ തന്നെ ജോലി കിട്ടുകയും മറ്റ് നിരവധി ജോലികൾ മാറി അദ്ദേഹം ഗൂഗിളിലെത്തുകയൊക്കെ ചെയ്തിട്ടുള്ളത്. ഗൂഗിളിൽ നിന്ന് അദ്ദേഹം ട്വിറ്ററിലേക്ക് പോകാൻ പോയപ്പോഴാണ് അദ്ദേഹത്തെ പിടിച്ചു നിർത്തിയതും ഇത്തരത്തിൽ വലിയ സാലറി ഹൈക്കും വലിയ CEO പോസ്റ്റും ഒക്കെ അദ്ദേഹത്തിന് കൊടുത്തത്. CA നേരത്തെ ആയിരുന്നത് കമ്പനിയുടെ ഉടമ തന്നെയായിരുന്നു. അദ്ദേഹം ആൽഫബറ്റ് എന്ന് പറഞ്ഞൊരു കമ്പനി ഉണ്ടാക്കി അതിൻ്റെ ചെയർമാൻഷിപ്പിലേക്ക് മാറുകയൊക്കെ ചെയ്തു. അപ്പോൾ ഇത്തരത്തിൽ വലിയ ജോലികളൊക്കെ തന്നെ കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്കറിയാമല്ലോ, ഇപ്പോൾ സത്യനാഥല്ല എന്ന് പറയുന്ന അദ്ദേഹം മണിപ്പാൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയിൽ നിന്ന് പഠിച്ചിറങ്ങിയ ഒരാളാണ്. അപ്പോൾ ഇത്തരത്തിൽ ഇന്ത്യൻ ഹയർ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൻ്റെ അകത്ത് IITകളും NITകളും അതുപോലെ തന്നെ IIM ഇന്ത്യയിലെ മാനേജ്മെൻറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ടുകളുമായിട്ടൊക്കെ ഉണ്ടാക്കിയിട്ടുള്ള വലിയ ഒരു പ്രഭ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് വാസ്തവം. യഥാർത്ഥത്തിൽ അതിനെയൊക്കെ തന്നെ കഴിഞ്ഞ 10-25 കൊല്ലമായി വലിയ ഡിക്ലൈനിങ് ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് എന്നുള്ളതാണ് വാസ്തവം. ഒന്ന്, നമ്മൾ IITകൾ നിരവധി തുടങ്ങിയിരുന്നു. ആ തുടങ്ങിയപ്പോഴൊക്കെ തന്നെ ഈ IITകളുടെ ഒരു നിലവാരം പലപ്പോഴും അത്രത്തോളം കാത്തു സൂക്ഷിക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടില്ല. IIMൻ്റെ കാര്യത്തിലൊക്കെ തന്നെ നിരവധി IIMകൾ തുടങ്ങി. അതുപോലെ ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസിൻ്റെ എയിംസിൻ്റെയും ഒക്കെ തന്നെ ക്യാമ്പസ് നമുക്കറിയാം വിവിധ സ്റ്റേറ്റുകളിലൊക്കെ തുടങ്ങി. പലപ്പോഴും അത്രയും വലിയ നിലവാരം നമുക്ക് കാത്തു സൂക്ഷിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളൊരു വാസ്തവമാണ്. പക്ഷെ അതിൻ്റെ ഇടയിലാണ് നമുക്കെല്ലാം അറിയുന്ന പോലെ 1990കളിൽ യഥാർത്ഥത്തിൽ ഈ പറയുന്ന സിക്കിം മണിപ്പാൽ യൂണിവേഴ്സിറ്റി എന്ന് പറയുന്ന ഒരു വലിയ പ്രൈവറ്റ് യൂണിവേഴ്സിറ്റി വരുന്നത്. അപ്പോൾ അത്തരത്തിൽ പ്രൈവറ്റ് യൂണിവേഴ്സിറ്റിക്ക് നമുക്ക് 1990കളിലാണ്, 95ലാണ് അത് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത്, 98ലാണ് നമ്മൾ അവർക്ക് അംഗീകാരം കൊടുക്കുന്നത്. അതിനുശേഷം നിരവധി പ്രൈവറ്റ് യൂണിവേഴ്സിറ്റികൾ വന്നു. പലപ്പോഴും ഇത്തരത്തിലുള്ള പ്രൈവറ്റ് യൂണിവേഴ്സിറ്റികളൊന്നും വലിയ നിലവാരത്തിലേക്ക് ഉയർന്നിട്ടില്ല എന്നുള്ളതാണ് വാസ്തവം. ഞാൻ എല്ലാം എന്ന് പറയുന്നില്ല, പക്ഷേ ഇത്തരത്തിലുള്ള പ്രൈവറ്റ് യൂണിവേഴ്സിറ്റികളുടെ ഒരു വിദ്യാഭ്യാസ രംഗത്ത് അവരെന്താണ് ചെയ്യുന്നത് എന്നുള്ളതിനെക്കുറിച്ച് ഗവൺമെൻറ് വളരെ നിശിതമായ ഒരു കമ്മിറ്റിയെ വെച്ചുകൊണ്ട് പഠിക്കുകയും അതിൻ്റെ പുറത്ത് നടപടികൾ എടുക്കുകയും അവർക്ക് വലിയ ക്വാളിറ്റി ഓഫ് എഡ്യൂക്കേഷൻ പ്രൊവൈഡ് ചെയ്യാൻ കഴിയുന്ന ഫെസിലിറ്റി ഒരുക്കാനായിട്ട് ഒരു അന്ത്യശാസനം കൊടുക്കുകയും ഒക്കെ ചെയ്യേണ്ടതാണ്. അപ്പോൾ അങ്ങനെ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഇത് ഒരു ദാരുണമായിട്ടുള്ള അവസ്ഥയിലേക്കായിരിക്കും പോയിക്കൊണ്ടിരിക്കുക. അല്ലെങ്കിൽ പോലും ഇനിയിപ്പോൾ ഗവൺമെൻറ് ചെയ്തില്ലെങ്കിലും ഇത്തരത്തിൽ ക്വാളിറ്റി ഇല്ലാത്ത സ്ഥാപനങ്ങളൊക്കെ തന്നെ പൂട്ടിപ്പോകും. ഇപ്പോൾ നമ്മുടെ ഈ ഗാൽഗോത്തി യൂണിവേഴ്സിറ്റി എന്ന് പറയുന്ന യൂണിവേഴ്സിറ്റി തന്നെ, ഇപ്പോൾ പ്രശ്നമുണ്ടായ യൂണിവേഴ്സിറ്റി തന്നെ, അവർക്ക് യഥാർത്ഥത്തിൽ ഈ ഗാൽഗോത്തിയ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെൻറ്റ് ആൻഡ് ടെക്നോളജി എന്ന് പറയുന്ന ഡിപ്പാർട്ട്മെൻറ്റ് ഉണ്ട്. അതുപോലെ അവർക്ക് കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി എന്ന് പറയുന്ന എഞ്ചിനീയറിംഗ് കോളേജ് മാത്രമുണ്ട് അതിനകത്ത്.
സ്ഥലത്ത്. അതുപോലെ കോളേജ് ഓഫ് ഫാർമസി ഉണ്ട്. ഇത്തരത്തിലുള്ള നിരവധി കോഴ്സുകൾ അവർ നടത്തുന്നുണ്ട്. ഈ കോഴ്സുകളുടെയൊക്കെ നിലവാരം എന്തായിരിക്കും എന്നുള്ളത് ഗവൺമെൻറ് എപ്പോഴെങ്കിലും ഒന്ന് പരിശോധിക്കണ്ടേ? ഇതിൽ തന്നെ പല യൂണിവേഴ്സിറ്റികൾക്കും തന്നെ ഡീംഡ് യൂണിവേഴ്സിറ്റി പദവികൾ കൂടി കൊടുത്തേക്കുന്നതുകൊണ്ട് സർട്ടിഫിക്കറ്റൊക്കെ അവർ തന്നെയാണ് ഇഷ്യൂ ചെയ്യുന്നത്. അതുകൊണ്ട് അവിടെ പരീക്ഷ പോലും കൃത്യമായി നടക്കുന്നുണ്ടോ, സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്യുന്നത് ക്വാളിറ്റിയുള്ള ആളുകൾക്കാണോ എന്നുള്ളതൊന്നും നമുക്ക് അറിയില്ല. പക്ഷേ ഇതൊക്കെ തന്നെ നിന്ന് പോകും ഫ്യൂച്ചറിലേക്ക്. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ നിന്ന് വിദേശത്തേക്ക് യൂണിവേഴ്സിറ്റികളിലേക്കൊക്കെ പഠിക്കാൻ പോകുന്നത്, ഇപ്പോൾ ഇവിടെ നിന്ന് MBBS കേരളത്തിലോ ഇന്ത്യയിലോ ഒക്കെ പഠിക്കുന്നതിനേക്കാൾ പലപ്പോഴും പ്രൈവറ്റ് യൂണിവേഴ്സിറ്റികളിൽ പഠിക്കുന്നതിനേക്കാൾ ചിലവ് കുറഞ്ഞ് നമുക്ക് ഉക്രൈനിൽ നിന്നോ റഷ്യയിൽ നിന്നോ അല്ലെങ്കിൽ മറ്റു പല സ്ഥലങ്ങളിൽ നിന്നൊക്കെ പഠിക്കാൻ, ചൈനയിൽ നിന്നൊക്കെ പഠിക്കാനുള്ള അവസ്ഥകളുണ്ട്. അപ്പോൾ അതേപോലെ തന്നെ വിവിധ കോഴ്സുകൾക്ക് മറ്റു പല സ്ഥലങ്ങളിൽ ഇതേപോലെ തന്നെ വലിയ കുറവുകളുണ്ട് ഈ പറയുന്ന ഫീസിലൊക്കെ തന്നെ. പക്ഷേ അതിലൊരു പ്രധാനപ്പെട്ട പ്രശ്നമുണ്ട്. ഇപ്പം നമ്മൾ സ്റ്റാൻഫോർഡിലോ അല്ലെങ്കിൽ വലിയ യൂണിവേഴ്സിറ്റികളിലോ ഹാർവാർഡിലോ ഒക്കെ തന്നെ പഠിക്കാൻ വേണ്ടി തീരുമാനിക്കുകയാണെങ്കിൽ അവിടെയൊക്കെ വലിയ ഫീസ് കൊടുക്കണം. പക്ഷേ മറ്റു പല വിദേശ രാജ്യങ്ങളിലും ഒക്കെ തന്നെ ഇത്തരത്തിൽ തട്ടിക്കൂട്ട് സ്ഥാപനങ്ങളിലും നമ്മുടെ ഇവിടെ നിന്നുള്ള കുട്ടികൾ ചെന്ന് പഠിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് ഇവിടെയുള്ള പ്രൈവറ്റ് യൂണിവേഴ്സിറ്റികളെയൊക്കെ തന്നെ വളരെ കൃത്യമായി മോണിറ്റർ ചെയ്യാൻ നമുക്കൊരു സംവിധാനം വേണം എന്നുള്ളതാണ്. അവരവരുടെ പണം മുടക്കി അവരവരുടെ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തി അവരുടെ ക്വാളിറ്റി ഓഫ് എഡ്യൂക്കേഷൻ ഉയർത്തിക്കോളും എന്ന് വിചാരിക്കുമ്പോൾ ചിലപ്പോൾ ഒരു 5-10 കൊല്ലം കഴിഞ്ഞ് അങ്ങനെ ഉയർത്താൻ പറ്റിയില്ലെങ്കിൽ അവർ നിർത്തിപ്പോവും. അതിന് കുഴപ്പമില്ല, അവർ നാച്ചുറലി തന്നെ അവർ ഡെഡ് ആയിക്കോളും എന്നുള്ള കാര്യത്തിൽ നമുക്ക് തർക്കമൊന്നുമില്ല. പക്ഷേ പ്രധാനപ്പെട്ട പ്രശ്നം അപ്പോഴും ഉള്ളത് ഒരു 1000 കുട്ടികളെങ്കിലും ഇപ്പോൾ കൊൽക്കത്ത യൂണിവേഴ്സിറ്റി പഠിക്കുന്നുണ്ട്, 1000-1500 കുട്ടികൾ പഠിക്കുന്നുണ്ടെന്നാണ് എൻ്റെ അറിവ്. അപ്പോൾ അവർ പറയുന്നത് 10,000-15,000 കുട്ടികൾ പഠിക്കുന്നുണ്ടെന്നാണ്. പക്ഷെ അത്ര ഒന്നും ഇല്ലെങ്കിൽ പോലും 1500 കുട്ടികൾ പഠിക്കുന്നുണ്ടെങ്കിൽ ഈ 1500 കുട്ടികൾ പഠിച്ചതിന് ശേഷം അവരുടെ നിലവാരം എന്തായിരിക്കും എന്നുള്ളത് നമ്മൾ ആലോചിക്കണ്ടേ? പ്രത്യേകിച്ചും അവർ ഇന്ത്യ പോലെയുള്ള രാജ്യങ്ങളിൽ ഗവൺമെൻറ് ടെസ്റ്റുകൾ എഴുതി ചിലപ്പോൾ ഇന്ത്യയുടെ ഈ പറയുന്ന പോലെ ഡിപ്പാർട്ട്മെൻറ്റുകളിലൊക്കെ തന്നെ ജോലിക്ക് കയറിയാൽ ഇലക്ട്രോണിക്സ് ഡിപ്പാർട്ട്മെൻറ്റിലോ അല്ലെങ്കിൽ സിവിൽ ഈ പറയുന്ന പോലെ എഞ്ചിനീയറിംഗ് വർക്കുകളിലോ അല്ലെങ്കിൽ PWDകളിലോ സെൻട്രൽ PWDകളിലൊക്കെ അവർ ജോലി കയറിയാൽ നമ്മൾ എന്ത് ചെയ്യും? അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് വളരെ ഗൗരവത്തിൽ എടുക്കേണ്ട ഒരു കാര്യമാണ്. ഇത് പറയുമ്പോൾ ഞാൻ നിങ്ങളോട് എല്ലാവരോടും പറയുന്നു, ഇത് നമ്മൾ പ്രൈവറ്റായിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യുന്ന ആളുകളെ മുഴുവൻ നിരാകരിക്കലൊന്നും ചെയ്യേണ്ട കാര്യമില്ല. ഇപ്പോൾ ടാറ്റ പ്രൈവറ്റ് ആയിട്ടാണ് ചെയ്യുന്നത്. ടാറ്റ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സോഷ്യൽ സയൻസ് എന്ന് പറയുന്ന TISS എന്ന് പറയുന്ന സ്ഥാപനമുണ്ട്. അത് ഈ പറയുന്ന പോലെ വലിയ സ്ഥാപനമാണ് എന്നുള്ളത് നമുക്കെല്ലാവർക്കും അറിയാം. അതുപോലെ ഇന്ത്യയിൽ ഇപ്പോഴും ഏറ്റവും പ്രമുഖമായിട്ടുള്ള സ്ഥാപനങ്ങളിലൊന്നായിട്ട് ഏറ്റവും വലിയ റാങ്കിങ്ങിൽ ഏറ്റവും ഒന്നാം സ്ഥാനത്ത് വരുന്ന സ്ഥാപനങ്ങളിലൊന്ന് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് ബാംഗ്ലൂരാണ്. 1915 ടാറ്റ സ്ഥലം മേടിച്ചെടുക്കുകയും ടാറ്റ വിഭാവനം ചെയ്ത പോലെ തുടങ്ങുകയും ചെയ്ത ഒരു സ്ഥാപനമാണെന്ന് നമ്മൾ ആലോചിക്കണം. അപ്പോൾ അത്തരത്തിൽ വലിയ വിഷണറി ആയിട്ടുള്ള ചില പ്രൈവറ്റ് ഇൻവെസ്റ്റേഴ്സും ഒക്കെ തന്നെ ഇന്ത്യയുടെ ഭാവി മുന്നിൽ കണ്ട് ഇത്തരത്തിലുള്ള വലിയ നിക്ഷേപങ്ങളൊക്കെ തന്നെ ഇന്ത്യയിൽ നടത്തിയിട്ടുണ്ട് എന്നുള്ളത് വാസ്തവമാണ്. അത് അവരെയൊന്നും കവച്ചു വെക്കുന്ന രീതിയിലേക്ക് പല ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ വളർത്തിക്കൊണ്ടുവരാൻ നമ്മുടെ ഗവൺമെൻറ്റുകൾക്ക് കഴിഞ്ഞിട്ടില്ല എന്നുള്ളതൊക്കെ വാസ്തവമാണ്. പക്ഷേ ഇത്തരം കാര്യങ്ങളൊക്കെ നിൽക്കുമ്പോൾ തന്നെ പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് പറയുന്നത് ഇതിൽ വലിയ ഒരു ഡിറ്ററിയറേഷൻ, വലിയൊരു അധപ്പതനം ഈ ക്വാളിറ്റിയുടെ കാര്യത്തിൽ പ്രൈവറ്റ് യൂണിവേഴ്സിറ്റികളുടെ കാര്യത്തിൽ ഉണ്ടായിട്ടുണ്ട്. പ്രൈവറ്റ് മാനേജ്മെൻറ്റുകൾ നടത്തുന്ന പല കോളേജുകളുടെയും കാര്യത്തിൽ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ അവിടെയൊക്കെ തന്നെ യൂണിവേഴ്സിറ്റികളാണ് പരീക്ഷ നടത്തുന്നതെങ്കിലും നമുക്ക് വിചാരിക്കാം. ഇപ്പോൾ ഉദാഹരണത്തിന് ഇപ്പോൾ ഇവിടെ നമ്മുടെ ടെക്നിക്കൽ യൂണിവേഴ്സിറ്റിയാണ് കേരളത്തിലെ എല്ലാ എഞ്ചിനീയറിംഗ് കോളേജിലും പരീക്ഷ നടത്തുന്നു എന്നുള്ളതുകൊണ്ട് പാസ്സാകുന്നവരുടെ നമ്പർ പലപ്പോഴും 30-40% ഒക്കെയാണ്. 13% വരെ പാസ്സായിട്ടുള്ള പിള്ളേരുള്ള കോളേജുകളൊക്കെ എനിക്കറിയാം. അപ്പോൾ അത്തരത്തിൽ വലിയ ഒരു ചെക്കെങ്കിലും നടക്കുന്നുണ്ട്. പക്ഷേ പലപ്പോഴും പ്രൈവറ്റ് യൂണിവേഴ്സിറ്റികളാകുമ്പോൾ അവർക്ക് തന്നെ പരീക്ഷ നടത്താനും അവർക്ക് തന്നെ സർട്ടിഫിക്കറ്റ് അവാർഡ് ചെയ്യാനും ഒക്കെയുള്ള അധികാരങ്ങൾ കൂടി ഡീംഡ് യൂണിവേഴ്സിറ്റി പദവികളൊക്കെ കൂടി നൽകുമ്പോൾ വലിയ തോതിൽ കർശനമായിട്ടുള്ള നിരീക്ഷണം ഗവൺമെൻറ് ഭാഗത്ത് നിന്നുണ്ടാകണം. ആ നടപടികൾ എടുത്തില്ലെങ്കിൽ ഇതുപോലെ ഈ ഗാൽഗോത്തി യൂണിവേഴ്സിറ്റി പോലെയുള്ള ഉഡായിപ്പ് പ്രസ്ഥാനങ്ങൾ ഇന്ത്യയുടെ തന്നെ ഈ പറഞ്ഞ പോലെ നാശത്തിന്, നാണക്കേടിന് കാരണമാകും എന്നുള്ളതാണ് എനിക്ക് പറഞ്ഞു വെക്കാനുള്ളത്.